ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ നാട്ടില് എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അയാൾ നിങ്ങളോട് പണം പലിശയ്ക്ക് വാങ്ങിയ ആളാണെന്നും നിങ്ങളുടെ പീഡനം സഹിക്കാൻ വയ്യാതെ അയാൾ ആത്മഹത്യ ചെയ്തു എന്നും ഞാൻ പറയും. അയ്യോ, അങ്ങനെ ചതിക്കില്ല മാഡം. ഈ പ്രശ്നം നടക്കുമ്പോ നിങ്ങൾ അതിലേക്ക് ഇടിച്ചു കയറണം. എന്നിട്ട് ആ രാജുവിന്റെയും അവന്റെ തന്ത വേണുവിന്റെയും കയ്യും കാലും അങ്ങ് തല്ലി ഒടിച്ചേക്ക്. ഓക്കേ മാഡം. പിന്നെ നിന്നെ രുക്മിണി കൊണ്ടുവന്നതാണെന്ന് അവരറിയണം. എന്നാ രുക്മിണിക്ക് പോലും കാര്യം പിടികിട്ടരുത്. മനസ്സിലായല്ലോ? മനസ്സിലായി മാഡം. എന്നാ പിന്നെ നിങ്ങൾ താമസിക്കണ്ട, വേഗം അങ്ങോട്ടേക്ക് പൊക്കോ. ഓക്കെ, വേഗം വിട്ടോ, സ്ഥലം ഞാൻ പറയാം. വിട്ടോ. ഇതെന്താ അമ്മേ ഇങ്ങനെ? ഇറക്കി വിടുന്നതിന്റെ കൂട്ടത്തിലേ രുക്മിണി ഒരു പക കൂടി തീർത്തുന്ന് വരട്ടെ. രുക്മിണിയും രാജുവും അറിയാതെ നമ്മുടെ വക ഒരു കൊട്ടേഷൻ. ഒറ്റ ഏറിനി 2 മാങ്ങ. രുക്മിണിയല്ലേ? അതെ. എന്നെ മനസ്സിലായോ? മനസ്സിലായി. ഈ നിൽക്കുന്ന കുട്ടിയെ അറിയാലോ? അറിയാം മാഡം. രവി പിള്ള എന്നല്ലേ ഹസ്ബൻഡിന്റെ പേര്? അതെ. അയാളോ? കൂടെയില്ല. അയാളെ ഞാനൊരിക്കൽ കണ്ടിട്ടുണ്ട്. ഓപ്പറേഷൻ കുബേരകാലത്താ, പോലീസ് ലോക്കപ്പിൽ വെച്ച്. രുക്മിണിക്ക് ഇപ്പോഴും ബ്ലേഡ് കമ്പനി ഉണ്ടല്ലേ? അയ്യോ ഇല്ല മാഡം. ഉണ്ടെന്ന് എനിക്കറിയാലോ. അത് വെറുതെ ആളുകൾ പറയുന്നതാ. കൊള്ളപ്പലിശക്കാണ് പണം കടം കൊടുക്കുന്നതെന്നും എനിക്കറിയാം. അങ്ങനെയൊന്നുമില്ല മാഡം, സത്യമായിട്ടും ഇല്ല. നോണ പറയല്ലേ രുക്മിണി. അംഗീകാരമോ മതിയായ രേഖകളോ ഇല്ലാതെ ഇത്തരം ബ്ലേഡ് കമ്പനികൾ നടത്തിയാൽ എന്താ നിയമ നടപടികളെന്ന് അറിയാലോ. അതവിടെ നിക്കട്ടെ. ഞാനിപ്പോ വന്നത് മറ്റൊരു കാര്യത്തിന്. മിനിസ്റ്റർ പ്രതാപവർമ്മ സാറിന്റെ PA ആയ രാജുവിന് നിങ്ങളൊരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. വീടുകൾ വാടകയ്ക്ക് കൊടുക്കുമ്പോ അതിനൊരു എഗ്രിമെന്റ് ഉണ്ടാവും. ആ എഗ്രിമെന്റ് 2 കൂട്ടർക്കും ബാധകമാണെന്നും അത് പാലിക്കാനുള്ളതാണെന്നും അറിയാലോ? അറിയാം. ഋതികെ, അതിങ്ങ് തരൂ. ഇത് ഇവർക്ക് കൊടുത്തിരിക്കുന്ന വാടക വീടിന്റെ എഗ്രിമെന്റ് ആണ്. 11 മാസത്തേക്കാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്ന എഗ്രിമെന്റ്. ഇതിന്റെ കാലാവധി എന്നുവരെയാണ്? ഇതിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾ 2 കൂട്ടരും താഴെ സൈനും ചെയ്തിട്ടുണ്ട്. ഞാൻ പറയണോ അതോ നിങ്ങൾ പറയൂ? എഗ്രിമെന്റ് കാലാവധി ജനുവരി 30 വരെയാണ് മാഡം. അപ്പോ ഇനിയും 5 മാസം കൂടി ഈ എഗ്രിമെന്റ് പ്രകാരം രാജുവിനും അവരുടെ വീട്ടുകാർക്കും ആ വീട്ടിൽ താമസിക്കാം അല്ലേ? എന്നിട്ട് ഇന്നലെ നിങ്ങൾ ഇവരുടെ വീട് ഒഴിപ്പിക്കാൻ വേണ്ടി ഇവരുടെ വീട്ടിൽ ചെന്നോ? എന്താ മിണ്ടാത്തത്? വീട് ഒഴിപ്പിക്കാൻ ചെന്നു എന്ന് മാത്രമല്ല, നിങ്ങൾ അവരെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സത്യമല്ലേ? കാര്യങ്ങൾ പലതരമുണ്ട്. ബ്ലേഡ് കമ്പനി ഉൾപ്പെടെ എല്ലാത്തിനും കൂടി ഒരു കേസ് എടുത്ത് അകത്തിടാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. നിങ്ങളൊക്കെ അയൽക്കാരല്ലേ, സ്നേഹത്തിലും സൗഹൃദത്തിലും ഒക്കെ ജീവിച്ചു പൊക്കോട്ടെ എന്ന് കരുതിയിട്ട. സോറി മാഡം. സോറി പറയേണ്ടത് എന്നോടല്ല, നിങ്ങൾ അപമാനിച്ച ആ വീട്ടുകാരോടാ. അവർക്കുണ്ടായ മാനക്കേടിനും ദുഃഖത്തിനും നിങ്ങൾ അവരോട് മാപ്പ് പറയണം. പറഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ ക്രിമിനൽ കേസ് ഉൾപ്പെടെ ഒരു 4-5 കേസ് ഞാൻ ഉണ്ടാക്കിയിട്ട് തൂക്കിയെടുത്ത് അകത്തിടും. നല്ല ഇടിയും കിട്ടും. മനസ്സിലായല്ലോ? മനസ്സിലായി.
നോക്ക്. ഇത് മിനിസ്റ്ററുടെ മകളായതുകൊണ്ടോ മിനിസ്റ്ററുടെ പി എന്ന നിലയിലോ സ്വാധീനം കൊണ്ടെടുത്ത കേസൊന്നും അല്ല. ഈ കേസ് ജെനുവിനാണ്. അതുകൊണ്ട് മന്ത്രി വിളിച്ചു പറഞ്ഞിട്ട് SP ഇടപെട്ടു എന്നൊന്നും പറഞ്ഞു നടക്കണ്ട. വർമ്മ സാർ അറിഞ്ഞിട്ട് പോലുമില്ല. ഇനി അങ്ങനെങ്ങാനും ആയാൽ അതിന് ഞാൻ മറ്റൊരു കേസ് കൂടെ ചാർജ് ചെയ്യും. ഈ നാട്ടില് എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അയാൾ നിങ്ങളോട് പണം പലിശയ്ക്ക് വാങ്ങിയ ആളാണെന്നും നിങ്ങളുടെ പീഡനം സഹിക്കാൻ വയ്യാതെ അയാൾ ആത്മഹത്യ ചെയ്തു എന്നും ഞാൻ പറയും. അയ്യോ, അങ്ങനെ ചതിക്കില്ല മാഡം. നീതി നടപ്പാക്കണം. അതാണ് അതിനുള്ള വഴി. അതുകൊണ്ട് രുക്മിണി ചെന്ന് രാജുവിന്റെ വീട്ടുകാരോട് മാപ്പ് പറയും. ഈ 5 മാസം കഴിഞ്ഞ് അവരിറങ്ങിയില്ലെങ്കിൽ അത് വന്ന് എന്നോട് പറയും. അവരെ ഇറക്കി വിടാൻ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. രുക്മിണി ചെല്ല്. താങ്ക് യു മാഡം. വണ്ടി പറഞ്ഞിട്ടുണ്ടോ അച്ഛാ? ആ, പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സർക്കസുകാരെ പോലെ കെട്ടും പാണ്ഡവും മുറുക്കി അടുത്ത കളിസ്ഥലത്തേക്ക്. ഇവിടത്തെ സർക്കസ് കഴിഞ്ഞ്. അച്ഛാ, നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? തൽക്കാലത്തേക്ക് ഒരു വീട് ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്റെ ഒരു സുഹൃത്തിന്റെ. അവനും ഭാര്യയും വിദേശത്ത. ഒരു 2 മാസത്തിനകം വരും. അപ്പം മാറിക്കൊടുത്താൽ മതി. അളിയന്റെ ബാഗ് എന്തി? അവന്മാര് കൊണ്ടാളാ. രുക്മിണി ചേച്ചി ഇറങ്ങിയിരിക്കുന്നതാ. ഇറങ്ങാൻ 1 മിനിറ്റ് താമസിച്ച അവന്മാര് കയറി നമ്മളെ മേയും. ലക്ഷണം കണ്ടിട്ട് ഇവരും രുക്മിണിയും തമ്മിൽ തർക്കമൊന്നും ഉണ്ടാവില്ല. ഇനി അങ്ങനെ ആണെങ്കിൽ ആ സമയത്ത് ചാടി വീണ് ആ അച്ഛന്റെ മകന്റെ കയ്യും കാലും തല്ലി ഓടിക്കണം. അത് ഞാൻ ഏറ്റു. ഇല്ലെങ്കിൽ അംബിക മാഡം കാശ് തരില്ല.